ഹായ്. ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ 7 സീസണുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ 7 സീസണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്, എനിക്ക് ഇഷ്ടമല്ലാത്ത സീസൺ ഏതാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പല ആൾക്കാരും അത് കണ്ടു കാണില്ല, കാരണം അതിന് വലിയ വ്യൂസ് ഒന്നുമില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളോ ഞാനോ അല്ല, ഞാനും അതായത് എന്റെ ഈ ചാനലും യൂട്യൂബും തമ്മിൽ ഒരു പിടിവലി നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം നമ്മുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കുറച്ചെങ്കിലും റെക്കമെൻഡേഷൻ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ പല ആൾക്കാരും കാണാത്തത്, പലരിലേക്കും എത്താത്തത്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സീസൺ ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സീസണിലും ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഓരോ സീസണിലും നമുക്ക് ഓരോരുത്തരെ ഇഷ്ടപ്പെടും. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് പല അഭിപ്രായം ഉണ്ടാവാം. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ അഭിപ്രായം പറയാം. സീസൺ 1ൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സീസണാണ്. സാബു മോൻ, പേളി മാണി, രഞ്ജിനി ഹരിദാസ്, ശ്വേതാ മേനോൻ, ഷിയാസ് കരീം, അർച്ചന, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു സീസൺ. പക്ഷെ ബിഗ് ബോസ് ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ ആ സീസണ് ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല. ആ സീസൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് പേളി മാണി ആ കപ്പ് തൂക്കും, അതായത് സീസൺ 1ന്റെ വിജയി പേളി മാണിയാവും എന്നുള്ളതായിരുന്നു. പക്ഷെ അവസാന സമയമായപ്പോൾ കളി മൊത്തം മാറി. സാബുമോൻ കപ്പും കൊണ്ടുപോയി. തീർച്ചയായും ആ സീസണിൽ എന്റെ ഇഷ്ട മത്സരാർത്ഥി സാബുമോൻ തന്നെയായിരുന്നു. സാബുമോന്റെ മികച്ച പ്രകടനം നമ്മൾക്ക് സീസൺ 1ലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. സാബുമോന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബുമോന് കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടായിരുന്നു. അതായത് ആരെന്ത് പറഞ്ഞാലും അതിന് കൃത്യമായിട്ടുള്ള, അവർക്ക് കൊള്ളുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ സാബുമോന്റെ പക്കൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മികച്ച ഗെയിമായിരുന്നു, ഒന്നും പറയാനില്ല. ഗംഭീരമായിട്ടുള്ള പ്ലേ ആയിരുന്നു. കാരണം ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നത്. പക്ഷെ എന്നിട്ടും സാബുമോന്റെ ആ ഗെയിം അത് വേറെ ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ സീസണിൽ എനിക്ക് സാബുമോനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. സാബുമോന്റെ ഗെയിം കൊണ്ട് തന്നെയാണ് സാബുമോൻ ആ സീസണിൽ വിജയിയായി മാറിയത്. അതായത് ആദ്യ ബിഗ് ബോസ് മലയാളത്തിന്റെ കപ്പ് സാബുമോന്റെ കയ്യിലാണ്. ഇനി രണ്ടാമത്തെ സീസൺ. ഈ സീസണിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിൽ വന്ന എല്ലാവർക്കും ബിഗ് ബോസ് എന്താണ് എന്ന് കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. അവിടെ കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി ഗെയിം ചെയ്ത ഏക വ്യക്തി അത് രജിത് കുമാറാണ്. രജിത് കുമാറിന്റെ കൃത്യമായിട്ടുള്ള ഗെയിം അത് പ്രേക്ഷക മനസ്സിൽ തട്ടുകയും പ്രേക്ഷകർ അത് വോട്ടായിട്ട് രജിത് കുമാറിന് കൊടുക്കുകയും ചെയ്തു. അത്രമാത്രം രജിത് കുമാറിനെ പ്രേക്ഷകർ സ്നേഹിച്ചു എന്നുള്ളതാണ്. രജിത് കുമാറിന്റെ ഗെയിം, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അത് ഗംഭീരമായിട്ടാണ് രജിത് കുമാർ അവിടെ അഭിനയിച്ച് ഫലിപ്പിച്ചത്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. തീർച്ചയായും ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം രജിത് കുമാറിനെ തന്നെയായിരുന്നു. രജിത് കുമാറിന്റെ ഗെയിം ഫേക്ക് ഗെയിം ആണ് എന്നൊക്കെ നമ്മൾക്ക് അറിയാം. പക്ഷെ രജിത് കുമാറിനെ നമ്മൾക്ക് അന്ന് ഭയങ്കരമായി ഇഷ്ടമായി. അതായത് ബിഗ് ബോസ് മലയാളത്തിനെ വേറൊരു തരത്തിലേക്ക് മാറ്റിവിടുന്ന ഒരു കാര്യമാണ് അന്ന് രജിത് കുമാർ ചെയ്തത്. പിന്നീട് രജിത് കുമാറിന്റെ ആ പാറ്റേൺ പിന്തുടർന്ന് പല ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രജിത് കുമാർ അന്ന് കളിച്ച ഗെയിം അത് വേറെ ലെവലായിരുന്നു. നല്ല രീതിയിലുള്ള ഫാൻ ബേസ് രജിത് കുമാറിന് കിട്ടുകയും ചെയ്തു. ആ സമയത്ത് രജിത് കുമാറിന്റെ ഒരു കട്ട ആരാധകനായിരുന്നു ഞാൻ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രജിത് കുമാറിനെയായിരുന്നു. ഇനി മൂന്നാമത്തെ സീസൺ. ഈ സീസണിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള ഫാൻ ബേസ് ഒരാളിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരിലേക്കും ഫാൻ ബേസ് വിഭജിച്ചു പോയി എന്നുള്ളതാണ്. അതായത് ഒരേ ഒരു രാജാവ് എന്നുള്ള ഒരു പരിപാടി സീസൺ 3ൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ വർഷത്തെ കപ്പ് മണിക്കുട്ടനാണ് നേടിയത് എങ്കിലും എല്ലാവർക്കും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ സീസണിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തി അത് പോളി ഫിറോസാണ്. വൈൽഡ് വന്ന് ഗംഭീരമായിട്ടുള്ള പ്ലേ ആണ് ഈ പോളി ഫിറോസ് അവിടെ കാഴ്ചവെച്ചത്. അതായത് പ്രേക്ഷകർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയൊന്നും പുള്ളിക്കില്ല. പുള്ളി അങ്ങ് ഗംഭീരമായിട്ട് തകർത്താടുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പോളി ഫിറോസും കിടിലം ഫിറോസും തമ്മിലുള്ള സംസാരം, വഴക്ക് ഗംഭീരമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പോളി ഫിറോസിനെ ലാലേട്ടൻ പറഞ്ഞു വിട്ടു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഉള്ള സമയം പോളി ഫിറോസ് ഗംഭീരമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതായത് പ്രേക്ഷകർ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, എന്റെ ഗെയിം ഇതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ വ്യക്തിയാണ് നമ്മുടെ പോളി ഫിറോസ്. അതായത് മൂന്നാമത്തെ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പോളി ഫിറോസിനെയായിരുന്നു. ഇനി സീസൺ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പേര് ഡോക്ടർ റോബിൻ. ആ സീസണിൽ എല്ലാവരും, റോബിൻ മാത്രമല്ല
ദിൽഷ, ബ്ലെസ്ലി, ജാസ്മിൻ, റിയാസ്, ലക്ഷ്മിപ്രിയ, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ടീം ഒരുമിച്ച് ഒരു സീസണിൽ. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു സിനിമ കാണുന്ന ഫീലോട് കൂടിയാണ് ആ സീസൺ നമ്മൾ കണ്ടു തീർന്നത്. അതായത് ഗംഭീരമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. എല്ലാ ഇമോഷൻസും ആ സീസണിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ റോബിന്റെ ഗെയിം. അദ്ദേഹം വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹം അവിടെ ഗെയിം ചെയ്യുന്നു. കണ്ടസ്റ്റൻസുമായിട്ടല്ല, പ്രേക്ഷകരുമായിട്ടാണ് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബിഗ് ബോസ് പല ടാസ്കും കൊടുക്കും. ഇതുവരെ ഒരു ടാസ്കിലും ഡോക്ടർ റോബിൻ വിജയിച്ചിട്ടില്ല. പക്ഷെ പ്രേക്ഷക മനസ്സിൽ ഡോക്ടർ റോബിൻ കയറിപ്പറ്റി. അതെന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടിയാണ് ഡോക്ടർ റോബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. അത് കൃത്യമായി ഡോക്ടർ റോബിൻ ഉപയോഗിക്കുകയും ചെയ്തു. പല ടാസ്കുകളിലും അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുക്കുന്ന ഒരു ഡോക്ടർ റോബിൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ലാലേട്ടന്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കും എന്ന് ഉറപ്പായിട്ട് പോലും പല കാര്യങ്ങളും ഡോക്ടർ റോബിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രേക്ഷകരുമായിട്ട് ഡോക്ടർ റോബിനെ അടുപ്പിക്കുകയാണ് ചെയ്തത്. അത് കൃത്യമായി ഡോക്ടർ റോബിന് അറിയാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ തന്നെ നെഞ്ചോട് ചേർക്കും എന്ന് ഡോക്ടർ റോബിന് കൃത്യമായിട്ട് അറിയാം. ഡോക്ടർ റോബിൻ പുറത്തായില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും അദ്ദേഹമായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത്. അത്രമാത്രം ഫാൻ ബേസ് ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നു. ഇപ്പോ ദിൽഷ വിജയിച്ചു. അത് ഡോക്ടർ റോബിന്റെ വോട്ടിലൂടെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ഡോക്ടർ റോബിന്റെ ഫാൻസ് ആണ് ദിൽഷയെ വിജയിപ്പിച്ചത്. അത് ദിൽഷയ്ക്ക് പോലും അറിയാം. അപ്പോ ആ സീസണാണ് എന്റെ മനസ്സിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സീസൺ. ഡോക്ടർ റോബിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ സീസണിൽ. അത് ആ സീസണിൽ മാത്രമല്ല, ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അത് ഡോക്ടർ റോബിനാണ്. അപ്പോ സീസൺ 4ൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡോക്ടർ റോബിനെയായിരുന്നു. ഇനി സീസൺ 5. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സീസണാണ് ഈ സീസൺ 5. അഖിൽ മാരാർ, ശോഭ, ജുനൈസ്, സാഗർ, അങ്ങനെ ഒരു പിടി താരങ്ങളുള്ള ഒരു സീസൺ. ഒട്ടും വർക്കാവാത്ത സീസൺ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരമില്ലാത്ത സീസൺ. അഖിൽ മാരാർ നല്ല പ്ലെയർ ആയിരുന്നു. പക്ഷെ അഖിൽ മാരാർക്ക് മത്സരിക്കാൻ പറ്റിയ ആരോടെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സീസണിൽ ഒരാളെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ നല്ല പ്ലെയേഴ്സ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ അഖിലിന്റെ ഗെയിം കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു ഗെയിമും ഉണ്ടായിരുന്നില്ല. അഖിൽ മാരാർ വിജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, പ്രേക്ഷകർക്കും അറിയാമായിരുന്നു. അത് അങ്ങനെ ഒരു സീസൺ ആയിരുന്നു. എനിക്ക് ഒട്ടും വർക്കാവാത്ത സീസൺ. ആ സീസണിൽ എനിക്ക് ഒരാളെയും ഇഷ്ടവുമല്ലായിരുന്നു. ഇനി സീസൺ 6. ഈ സീസൺ 6ൽ ജാസ്മിൻ, ജിൻഡോ, ഗബ്രി, വൈൽഡ് കാർഡായിട്ട് സെക്രട്ടേറിയൽ സായി, റോക്കി, സിജോ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ സീസണും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ആ സമയത്ത് എനിക്ക് ജിൻഡോനെ കുറച്ച് ഇഷ്ടമായിരുന്നു. അതായത് ജാസ്മിൻ, റസ്മിൻ ബായ്, അതുപോലുള്ള ആൾക്കാർ ജിൻഡോയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ട് നമ്മൾ ജിൻഡോയെ ഇഷ്ടപ്പെട്ടതാണ് ആ സമയത്ത്. അല്ലാതെ ജിൻഡോയുടെ ഗെയിം കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടതല്ല. അപ്പൊ ആ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട താരം എന്ന് പറയാനാണെങ്കിൽ ജിൻഡോ എന്ന് പറയാം. ഇപ്പൊ ഒരു താല്പര്യമില്ല, അത് വേറെ കാര്യം. ഇനി സീസൺ 7, അതായത് ഏറ്റവും അവസാനം കഴിഞ്ഞ സീസൺ 7. ഇതില് അനുമോൾ, അനീഷ്, ഷാനവാസ്, ആദില, നൂറ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് സീസൺ 7ൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആള് ഷാനവാസ് ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഷാനവാസ് തുടക്കം മികച്ച രീതിയിൽ മുന്നോട്ട് പോയ ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഗെയിമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് കൃത്യമായി മനസ്സിലായി അദ്ദേഹത്തിന് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ അദ്ദേഹം നന്നായി ഗെയിം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഗെയിം അറിഞ്ഞുകൊണ്ടല്ല പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി അതുവരെ ബിഗ് ബോസ് ഗെയിം കണ്ടിട്ടില്ല. പുള്ളി അതിനുള്ളിൽ അത് പറയുന്നുണ്ടെങ്കിലും, അതായത് ഞാൻ ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയാതെയാണ് വന്നത്, ഞാൻ ബിഗ് ബോസ് ഗെയിം കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പല ആൾക്കാരും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായും അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയില്ല എന്ന്. പക്ഷെ നല്ല രീതിയിൽ ബിഗ് ബോസ് ഗെയിം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു ഷാനവാസ്. ഷാനവാസിന്റെ കളി രീതിയും ഗംഭീരമായിരുന്നു. പക്ഷെ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പുള്ളിക്ക് ബിഗ് ബോസ് ഗെയിം അറിയാമായിരുന്നു എങ്കിൽ പുള്ളി വേറെ ലെവലാവും എന്നുള്ളത് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഈ പുള്ളിക്കൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി റിയൽ ആയിട്ടാണ് കളിച്ചത്. നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചു. പക്ഷെ ഗെയിം അറിയാത്തതിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ ആ ഗെയിമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 3ാം സ്ഥാനത്തിൽ ഒതുങ്ങിയത്. അല്ലായിരുന്നു, അതായത് ഈ ഗെയിം അറിഞ്ഞിട്ടാണ് പുള്ളി കളിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും അദ്ദേഹം വിജയിയാവുമായിരുന്നു. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം സീസൺ 7ൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാനവാസിനെ ആയിരുന്നു. ഷാനവാസ് ബിഗ് ബോസ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ബായ്
എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല, ഗെയിം എന്താണ് എന്ന് അറിയില്ല, പല കാര്യങ്ങളും അറിയാതെയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയത്. അവിടെ പോയി ഞാൻ കളിച്ചു എന്നുള്ളതാണ്, എനിക്ക് അറിയാതെയാണ് ഞാൻ കളിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഷാനവാസ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഷാനവാസ് നല്ലൊരു മനുഷ്യനാണ്. ബിഗ് ബോസ് സീസൺ 7 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരം അത് ഷാനവാസ് തന്നെയാണ്. ഇപ്പോ 7 സീസണുകൾ കഴിഞ്ഞു. ഈ 7 സീസണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.